ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഞ്ജിമ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മഞ്ജിമ പേടിച്ച് നേരെ നമ്മുടെ ആദിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ആദിയോട് ചോദിക്കണം, നീ എന്താണ് ഒരു അർത്ഥം വെച്ചുള്ള സംസാരമൊക്കെ? നിൻ്റെ വായിൽ നല്ല വാർത്തകളൊന്നും വരില്ലേ? അതിന് ഞാൻ അർത്ഥം വെച്ചൊന്നും സംസാരിച്ചില്ലല്ലോ അപ്പേ. ഞാൻ പറഞ്ഞത് കണ്ണടച്ച് പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ലെന്നാ പൂച്ചയുടെ വിചാരവും തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. അതെന്താ അപ്പയ്ക്ക് കൊണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നീ എന്നെ ഉദ്ദേശിച്ചാൽ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. നീ എന്താർത്ഥം വെച്ചിട്ടാണ് ചെറുക്ക അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്ന് മഞ്ജിമ ഇങ്ങനെ ചോദിക്കുകയാണ്. ഓഹോ, അപ്പോൾ അപ്പയ്ക്ക് മനസ്സിലായി അപ്പയെ വെച്ചിട്ടാണ് ഞാൻ ഈ സംസാരിച്ചതെന്നൊക്കെ അല്ലേ? എടാ നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ടാ. എടാ എനിക്ക് അപ്പോഴേ തോന്നി, ഞാൻ നിന്നെ അടിച്ച കാര്യവും നീ മഹേഷിനോട് പറഞ്ഞില്ലല്ലോ. അപ്പം എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാടാ. അത് ഞാൻ പറയാതിരിക്കുന്നതിനുള്ള കാരണം കുടുംബത്തിൽ പ്രശ്നമുണ്ടാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എനിക്കിപ്പോൾ അപ്പയെ നിലക്ക് നിർത്താനുള്ള ഒരു കാര്യം കിട്ടിയിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ സത്യങ്ങളൊന്നും ഡാഡിയോട് പറയാതിരുന്നത്. ഇനി മേലെ യേശുദാമയെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള ഒരു കാര്യവും അപ്പയുടെ നാവിൽ നിന്ന് വന്നു പോകരുത് എന്ന് ആദ്യം പറയാം. ഇതോടെ ഞാൻ പിടിക്കും, നീ എന്തിനാണ് എന്നെ കിടന്ന് ഭരിപ്പിക്കാൻ നിൽക്കുന്നത്? അപ്പേ അതെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പയ്ക്ക് മനസ്സിലായോ? അല്ല, അപ്പ ആരോടൊക്കെ ഇങ്ങനെ സല്ലപിച്ചുകൊണ്ട് ബൈക്കിൻ്റെ പുറകെ കയറി ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഞ്ജിമാകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവാണ്. ആര്? നീ എന്ത് കണ്ടെന്ന്? അപ്പേ ഞാനെല്ലാം കണ്ടതാണ്. മഞ്ജിമപ്പ ഒരാളുടെ ബൈക്കിൽ കയറി നല്ല അടിപൊളിയായിട്ട് പോകുന്നത് ഞാൻ കണ്ടതാണെന്നേ. ഇടയപ്പോഴേക്കും ചെറുക്ക, അതെ അതെൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ്. നീയേ ചുമ്മാ അനാവശ്യമായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഓ പിന്നെ ഫ്രണ്ടിൻ്റെ ബ്രദറാണ് പോലും. അപ്പേ ഫ്രണ്ടിൻ്റെ ബ്രദറാണെങ്കിൽ കൈ പിടിക്കുക, കവിളി തൊടുക, കിന്നരിക്കുക, സല്ലപിക്കുക, ഒരു പ്രണയ ആൾക്കാരുള്ളത് പോലെയാണ് നിങ്ങൾ രണ്ടുപേരും കിടന്ന് പാറിപ്പറന്ന് നടന്നത്. ഇതെല്ലാമേ ഞാൻ എൻ്റെ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ഇത് കേട്ട മഞ്ജിമയുടെ കിളി പോയൊരവസ്ഥ നിൽക്കുകയാണ്. ചെറുക്ക, നീ അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത്. എൻ്റെ അപ്പേ ഞാൻ അനാവശ്യമൊന്നും പറഞ്ഞല്ല, കണ്ട കാര്യങ്ങളാണ്. ഇത് ഡാഡിയോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാലോ. അവരുടെയൊക്കെ വിചാരം ഭർത്താവിനെ വിട്ട് പോയെന്ന് വിചാരിച്ച് അപ്പ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നുവെന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ അപ്പേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പ ശരിക്കൊരു കില്ലാടി തന്നെയാട്ടോ. ഭർത്താവ് വേറെ സ്ഥലത്ത്, ഭാര്യയാണെങ്കിൽ ഇവിടെ അഴിഞ്ഞാട്ടം എന്നൊക്കെ നമ്മുടെ ആദിയുടെ ഓരോരോ സംസാരങ്ങളും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ വിറച്ച് നിൽക്കുകയാണ്. എന്താപ്പേ ഞാൻ പറയണോ സത്യങ്ങളെല്ലാം തുറന്ന്? അപ്പയുടെ തനി സ്വഭാവം അവരുടെ മുന്നിൽ തുറന്ന് കാട്ടണോ ഞാൻ? അയ്യോ മോനെ ആദി, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതടാ. ആരോടും ഈ കാര്യങ്ങൾ തുറന്ന് പറയരുത്. പെട്ടെന്നൊരു സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആയിപ്പോയതാടാ. മഹേഷിനോട് നീ അതൊന്നും തുറന്നു പറയാൻ നിൽക്കരുത്. ഇനി ഞാൻ ഒരു പ്രശ്നത്തിന് വരില്ല. നിൻ്റെ പാഠം നീ നടന്നോ. പിന്നെ നിഷിതയുടെ മേലും ഒരു പ്രശ്നത്തിന് ഞാൻ പോവില്ലടാ. അതേ ഈ അപ്പ തരുന്ന വാക്കാണ്, ഞാൻ ഒരു പ്രശ്നത്തിനും പോവില്ലടാ എന്നൊക്കെ ഇങ്ങനെ മഞ്ജിമ ആദിയുടെ കാല് പിടിച്ചെന്ന രീതിയിൽ പറയണം. ശരി എങ്കിൽ പിന്നെ മഞ്ജിമപ്പ പോയിക്കോ. മഞ്ജിമപ്പ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിന്നാൽ മതി. പിന്നെ ഞാൻ ഈ കാര്യങ്ങളൊന്നും ആരോടും കാണിക്കില്ല. പക്ഷേ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കാനാണ് അപ്പയുടെ ഭാവമെങ്കിൽ ഞാനിതെല്ലാവരുടെ മുന്നിൽ ചെന്ന് പറയും, മോനെ ആദി. പക്ഷേ പിന്നീട് ആദി മഞ്ജിമയെ മൈൻഡ് പോലും ചെയ്തില്ല. ഒരു രക്ഷയില്ലാതെ മഞ്ജിമ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ആദി വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുക. ഇനി യാതൊരു കാരണവശാലും ഇഷിതാമയെ ശല്യപ്പെടുത്താനായിട്ട് മഞ്ജിമപ്പ പോകില്ല എന്നുള്ള കാര്യം ആദിക്ക് മനസ്സിലാക്കിയ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആ സുമിതയുടെ അമ്മാവൻ്റെ അടുത്തേക്ക് ആകാശ് വന്നിരിക്കുക. അപ്പോൾ ആകാശിനെ കണ്ടു കഴിഞ്ഞപ്പോഴും, അയ്യോ സാർ ഇത്രയും ദൂരം വന്നോ സാറേ? അയ്യോ ഇത്രയും ദൂരം നടന്നു വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല സാറേ. വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. സാർ എന്തിനാ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ ആകാശിൻ്റെ ഒരു വളിച്ച ചിരി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സാറേ ഇരിക്കും സാറേ. അപ്പോൾ എൻ്റെ സുമിത മോളെക്കുറിച്ച് സാറിന് വിവരം കിട്ടിയല്ലേ? അവൾ വിളിച്ചായിരുന്നോ? എവിടെ സാറേ ഫോൺ നമ്പർ? ആ ഫോൺ നമ്പർ ഒന്ന് തരുമോ എന്നൊക്കെ ചോദിക്കുക. കേട്ടതും ആകാശിന് ഭയങ്കരമായിട്ടും കലി വരികയാണ്. പന്ന കിളവാ എന്നും പറഞ്ഞുകൊണ്ട്
അയാളുടെ അടിവയറിൽ നോക്കി ഒറ്റ ചവിട്ട. നിനക്കറിയണോ സുമിത എവിടെയെന്ന്? നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? പല പ്രാവശ്യം തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അന്വേഷിച്ച് വരണ്ട, എനിക്ക് സുമിതയെക്കുറിച്ച് ഒരു കാര്യങ്ങളും അറിയില്ല എന്ന്. എന്നിട്ട് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ അപ്പൂപ്പനായിട്ട് ഭയങ്കര അടിക്കുകയാണ് ഈ ആകാശ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സാർ എന്താണ് സാറേ ഈ കാണിക്കുന്നത്? സാറിനെ അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എൻ്റെ മോൾ എവിടെയാണെന്നും ആ മോൾക്ക് എന്ത് പറ്റിയെന്നൊക്കെ അറിയാമെന്ന് എനിക്കറിയാം സാറേ. ഇതെല്ലാം അറിയാമെന്ന് എനിക്ക് മനസ്സിലായി സാറേ. എന്തറിയാന്നാടോ? എടോ അയാൾ തന്നെ അനന്തരവളെന്നല്ലേക്ക് എനിക്ക് മനസ്സിലായി. എന്താണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാറേ എന്നെ അടിക്കരുത് സാറേ, അവളെൻ്റെ മകൾ തന്നെയാണ്. എനിക്ക് അപ്പോഴേ അറിയായിരുന്നടോ അവൾ തൻ്റെ മകൾ തന്നെയാണെന്ന്. താൻ കള്ളത്തട്ടിപ്പായിട്ടല്ലേടോ വന്നത്? പല പ്രാവശ്യം തനിക്ക് ഞാൻ പൈസ തന്ന് തന്നെ പറഞ്ഞു വിടാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ താൻ അപ്പോഴൊന്നും പോയിട്ടുമില്ല. അപ്പം തൻ്റെ ഉദ്ദേശം പൈസയല്ലെന്ന് എനിക്ക് മനസ്സിലായടോ. എടോ താൻ എന്നെ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? എടോ ഞാൻ പറഞ്ഞോ ഞാൻ സുമിതയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന്. അവളെക്കുറിച്ച് എന്നോട് എന്തിനാണ് ചോദിക്കുന്നത് താന്? ഇനി മേലാൽ ഇത്തരത്തിലുള്ള പരിപാടിയുടെ താൻ വന്നാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സാറേ ഭീഷണിയൊന്നും എൻ്റെ മുന്നിൽ വേണ്ട സാറേ. എൻ്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് അറിയാനായിട്ടുള്ള അവകാശം എനിക്കുണ്ട് സാറേ. അതുകൊണ്ട് സാറിനറിയാം ഈ സത്യങ്ങളൊക്കെ എന്താണെന്ന്. അതുകൊണ്ടാണ് സാറ് പല പ്രാവശ്യം പറഞ്ഞിട്ടും ഞാൻ ഒരു അടി പിന്നോട്ട് പോകാതെ മുന്നോട്ട് തന്നെ വെച്ചിരിക്കുന്നു സാറേ. അതുകൊണ്ട് സത്യങ്ങൾ എനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ കിടന്ന് സംസാരിക്കണത് കേട്ടോ. ആകാശിനാണെങ്കിൽ കാലി വരിക. ആകാശ് വീണ്ടും അയാളിട്ട് അടിക്കുകയാണ്, മുന്തി താഴെ ഇടുകയാണ്. അങ്ങനെ അയാളുടെ കണ്ണും അതേപോലെ തന്നെ നെറ്റിയൊക്കെ ഭയങ്കര പൊട്ടി ചോരയൊക്കെ വരികയാണ്. അങ്ങനെ ദേഷ്യം വന്ന നമ്മുടെ ആകാശമാണെങ്കിൽ ഇയാളെ ചേറ് വെച്ചിട്ട് ഒറ്റ അടിയാണ്. ആ അടിയുടെ ആഘാതത്തിൽ നേരെ നമ്മുടെ ഈ അപ്പൂപ്പനാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സുമിത എവിടെയുണ്ടെന്നോ സുമിതയ്ക്ക് എന്ത് സംഭവിച്ചെന്നോ എനിക്കറിയില്ല. ഇതേ ഇത്രയും പ്രായം എന്ന് വിചാരിച്ചു കൊണ്ടാണ് തന്നെ ഞാൻ വെറുതെ വിടുന്നത്. ഈ പ്രായത്തിൽ ജീവിക്കാൻ നോക്കടോ. ഇനി കുറച്ച് കാലമല്ലേ ഉള്ളൂ തനിക്ക് ജീവിക്കാനൊക്കെ. അതുകൊണ്ട് ആ പ്രായത്തിൽ ജീവിച്ച് മരിക്കാൻ നോക്കടോ. അല്ലാതെ മറ്റുള്ളവരുടെ കൈ കൊണ്ട് അടി കൊണ്ട് താൻ ചാവാതെ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കുന്നൊക്കെ പറഞ്ഞ ആകാശ് ഇയാളെ മോന്തൊക്കെ കയറി പിടിച്ച് ഔട്ടുകയാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇനിയും പിന്നാലെ വരാൻ നിൽക്കരുത്. വന്നാൽ ഈ ആകാശ് മേനോൻ ആരാണെന്ന് ശരിക്കും താൻ അറിയും തിരിച്ച്. ഞാൻ ആരാണ് എന്താണെന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ തേടി. ഇനി മേലാൽ എൻ്റെ മുന്നിൽ തന്നെ കണ്ടുപോകരുത്, കണ്ടുപോലെ തന്നെ ഞാൻ കത്തിച്ച് കളയും എന്നും പറഞ്ഞുകൊണ്ട് ആകാശം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക. പാവ അപ്പൂപ്പനെ ഭയങ്കര സങ്കടം തോന്നി. അപ്പൂപ്പൻ കരഞ്ഞൊരു മടി തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഈ അപ്പൂപ്പൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. ഈ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഈ അപ്പൂപ്പനാണെങ്കിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നഴ്സുമാരോട് ചോദിക്കാൻ ഡോക്ടർ എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഡോക്ടർ വരേണ്ട സമയത്തൊക്കെ വരും. എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് ഡോക്ടറെ ഒന്ന് കാണണം, വേദന സഹിക്കാൻ പറ്റുന്നില്ല സിസ്റ്ററെ. സാരമില്ല അപ്പൂപ്പ ഒന്ന് ക്ഷമിച്ചിരിക്കുക, ഡോക്ടർ വരുമ്പോൾ തന്നെ ആദ്യത്തെ ചീട്ട് അപ്പൂപ്പൻ്റെ തന്നെയാണ്, അപ്പൂപ്പനെ കാണിക്കാനായിട്ട് വിടാമെന്നൊക്കെ പറയാം. അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ രക്തമല്ല ഇങ്ങനെ ഒരു പഞ്ഞി വെച്ച് ഇങ്ങനെ ഒപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് ആ വക്കീൽ വരുന്നത്. അപ്പോൾ ഈ വക്കീൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മാവനിരിക്കുന്നത്. ഈ അമ്മാവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. തൻ്റെ മുന്നിൽ അന്ന് വന്ന അമ്മാവനല്ലേ എന്ന് വിചാരിച്ച് ഈ അമ്മാവൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് നമ്മുടെ മഹേഷിൻ്റെ വക്കീൽ. അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ്, അമ്മാവൻ എന്നെ ഓർമ്മയുണ്ടോ? അമ്മാവൻ അന്ന് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ? വക്കീലോ, എനിക്ക് ഓർമ്മയുണ്ട് വക്കീലെ. അല്ല, അന്ന് അമ്മാവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടാണ് ഞാനൊരു കേസിന് വേണ്ടി പോയത്. തിരിച്ചു വന്നപ്പോഴേക്കും അമ്മാവനെ കാണാനില്ലായിരുന്നു. എന്താ അമ്മാവൻ എന്ത് പറ്റി? അല്ല, അമ്മാവൻ്റെ നെറ്റിലൊക്കെ ചോര വരുന്നുണ്ടല്ലോ. അത് പിന്നെ ഞാനൊന്ന് ഉരുണ്ട് വീണതാണ് എൻ്റെ വക്കീലെ. എന്ത് പറയാനാ, വയസ്സൊക്കെ ആയില്ലേ? ഇല്ല അമ്മാവ, ഇത് ഉരുണ്ട് വീണതിൻ്റെ പാടല്ലല്ലോ. സത്യം പറ അമ്മാവ, അന്ന് അമ്മാവൻ ആകാശ് മേനോനെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ലേ എൻ്റെ മുന്നിൽ വന്നത്? എന്നിട്ട് എന്താ പെട്ടെന്ന് പോയത്? എന്താ ആകാശ് മേനോനെ കുറിച്ച് അറിയണ്ടേ? എൻ്റെ പൊന്നു വക്കീലെ, ആകാശ് മേനോനാണ് എന്നെ ഈ കോലത്തിലാക്കിയത്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ പ്രായം പോലും മാനിക്കാതെ എന്നെ അടിച്ച് നിരപ്പാക്കുകയായിരുന്നു അയാൾ ചെയ്തത്. ഇത് കേട്ട വക്കീൽ ഞെട്ടിപ്പോവാണ്. എന്തിനു വേണ്ടി? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അനന്തരവൾ സുമിതയെ കാണാനില്ല. അതിനെക്കുറിച്ച് അന്വേഷിച്ചാണ് ഞാൻ ഈ ആകാശിൻ്റെ അടുത്തേക്ക് പോയത്. അപ്പോൾ അയാൾ ഓരോരോ ഒഴിവ് കഴിവുകളൊക്കെ പറയുമായിരുന്നു. ഇപ്പോൾ അത് വീട്ടിൽ വെച്ച് എന്നെ വന്ന് ആക്രമിച്ചു. ഇത് കേട്ട വക്കീൽ, അപ്പോൾ പിന്നെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നില്ലേ? എന്താ കംപ്ലൈൻറ്റ് കൊടുക്കാതിരുന്നത്? എന്നെപ്പോലുള്ള ആൾക്കാരൊക്കെ എങ്ങനെ പോയി പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനാ? ഇതിൻ്റെ പിന്നാലെ നടക്കാനൊന്നും എനിക്ക് ആവതില്ല എൻ്റെ മേഡം എന്നിങ്ങനെ പറയുകയാണ്. അമ്മ വിഷമിക്കണ്ട, അമ്മാവൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും. ഞാൻ നിയമത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നൊരു വക്കീലാണ്. അതുകൊണ്ട് ഈ കേസ് അന്വേഷിച്ചിട്ട് തന്നെ ഞാനിനി പിന്നോട്ട് പോകുള്ളൂ എന്നൊക്കെ പറയണം. ആണോ വക്കീലെ? വക്കീൽ പറഞ്ഞ സത്യം തന്നെയാണോ? എൻ്റെ ഒപ്പം കൂടെ നിൽക്കോ? തീർച്ചയായിട്ടും.
അമ്മാവൻ്റെ മോൾക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഞാൻ കൂടെ തന്നെ നിൽക്കും എന്നിങ്ങനെ പറയാണ്. അപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് ഈ അമ്മാവന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഡോക്ടർ വിളിക്കുകയാണ്. എങ്കിൽ ഡോക്ടറെ കാണാൻ പോയിക്കോ അമ്മാവെന്നും പറഞ്ഞുകൊണ്ട് അമ്മാവനെ പതുക്കെ എണീപ്പിച്ച് പുറത്തേക്ക് വിടുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മാധവനെയാണ്. അപ്പോൾ മാധവ് ഭയങ്കര സന്തോഷത്തിലാണ്, കുറേ ഗിഫ്റ്റൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണ് മാധവ മേടിച്ചെന്നൊക്കെ ലയ ചോദിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും പോകാമായിരുന്നല്ലോ, മാധവ് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാര്യമുണ്ട് താൻ ഇവിടെ നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ ഇൻ്റർവ്യൂവിന് പോയ കാര്യങ്ങൾ പറയുകയാണ്. തനിക്ക് ജോലി തരില്ല, ഈ കുടിയന്മാർക്ക് ജോലി കൊടുക്കില്ല എന്നൊക്കെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് എന്നെ പിരിച്ചു വിട്ടു എന്ന രീതിയിൽ മാധവ് ഇവിടെ സംസാരിക്കണം. അയ്യോ അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ മാധവേ, ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടാണ്. ശരി ഇനിയിപ്പോൾ അത് വിട്ടേരും, നമുക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കാം. എടോ ഇവിടെയല്ലേ ടെസ്റ്റ് സംഭവിച്ചത്, ഞാൻ ആ സാറോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഡീഅഡിക്ഷൻ സെൻ്ററിൽ ആ സാറില്ലേ, ആ സാറെ വിളിച്ച് ഇവിടുത്തെ മാനേജർ സാറെ വിളിച്ച് ചോദിച്ചായിരുന്നു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു ഇനി ഒരിക്കലും അയാൾ കുടിക്കില്ല, അയാൾ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മാറി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ജോലി റെഡിയായെന്നും പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലയക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഏതായാലും നമ്മുടെ ജീവിതം സഫലമാകാൻ പോവാൻ, അതിൻ്റെ ഇടയിലേ നമുക്കിനി ഒരു കുഞ്ഞിനെയും കൂടി വേണ്ടേ. മാധവേ ആ ഒരു സ്വപ്നമൊക്കെ ഞാൻ വിട്ടിരിക്കുകയാണ് മാധവേ, ഇനി അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇനി മാധവൻ്റെ കൂടെയുള്ള നല്ല ജീവിതം, അതാണ് എനിക്ക് താല്പര്യം. പക്ഷേ താൻ എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ തൻ്റെ ആഗ്രഹവും കൂടി എനിക്ക് സഫലമാക്കി തരണ്ടേ. ഉറപ്പായിട്ടും ഞാൻ ഇഷിതയും കൂടി ഒന്നും കൂടി പോയി ഒന്ന് കാണുന്നുണ്ട്, എന്നിട്ട് ഒരു ഡോക്ടറെ നിർദ്ദേശം നേടണം, എന്നിട്ട് ആ ഡോക്ടറെ പോയി നമുക്ക് കാണണം. ഇത് കേട്ട് നമ്മുടെ ലയാണെങ്കിൽ ഇഷിതയെ ഇപ്പോഴും മനസ്സിൽ നിന്ന് മാറ്റാനായിട്ട് തയ്യാറായില്ലല്ലേ, കൊള്ളാലോ. എടോ താൻ വെറുതെ ഒന്ന് ഇരിക്കടോ, അന്ന് ഇഷിതയെ എന്നെ നിർത്തിപ്പറിച്ചത് ഓർക്കുന്നുണ്ടല്ലോ, ആ ഇഷിതയുടെ മുന്നിലേക്ക് വീണ്ടും ഞാൻ പ്രണയമായിട്ട് പോകണമെന്നാണോ? ഒരിക്കലും നടക്കില്ല. എടോ തന്നോട് അടുത്തുള്ള ജീവിതമാണ് എനിക്കിപ്പോൾ ഏറ്റവും വലിയ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് ലയയോട് ചേർത്ത് പിടിച്ച് നമ്മുടെ മാധവ് പറയാം. അങ്ങനെ നമ്മുടെ ഇഷിതയെ കാണിക്കുകയാണ്. ഇഷിത ഹാളിലേക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേൾക്കുന്നത്. ആരാണെന്നറിയാൻ വേണ്ടി കതോർത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ മാധവ് നിൽക്കുക. മാധവനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഇതാരും മാധവോ കയറി വാ മാധവേ, അതേ കയറി വന്നൊക്കെ പറയുകയാണ്. അയ്യോ ഇഷിതേ, ഞാനിവിടെ വരുന്നത് ഇഷിതയുടെ അമ്മയച്ചന് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ ഇഷിതയോട് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ വേണ്ടി വന്നത്. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ആർക്കും മാധവനോട് അരിശമൊന്നുമില്ല. പക്ഷെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒന്നും രണ്ട് പറഞ്ഞു തരുന്നാനേ. ഏതായാലും അമ്മ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കാൻ തുടങ്ങുകയാണ്. പിന്നെ ഇഷിത, ഞാൻ പറഞ്ഞല്ലോ കുറേ തെറ്റുകളൊക്കെ ഞങ്ങൾക്ക് സംഭവിച്ചു, അതിനുള്ള ശിക്ഷകൾ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാതൊരു ആഗ്രഹമുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന്. പക്ഷേ ലയയോട് ആ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കുഞ്ഞിനേക്കാളും വലുത് എന്നോടത്തുള്ള ജീവിതമാണ്. പക്ഷേ അവളുടെ ആഗ്രഹവും കൂടി ഞാൻ സാധിച്ചു കൊടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇഷിതയുടെ ആ ഹോസ്പിറ്റലിൽ വെച്ചാണല്ലോ ലയ അബോഷനായത്. അതിനൊരുപാട് ഞാൻ കേട്ടതാണല്ലോ, ഞാൻ കാരണമാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. പക്ഷേ അതെല്ലാം ലയ വന്ന് ഇവിടെ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണല്ലോ. അല്ല ഇപ്പം എന്താ സംഭവിച്ചത്? അതല്ല ഇഷിത, എനിക്കൊരു ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് തരുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ ഇഷിത ഒന്ന് ഞെട്ടിപ്പോവുക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം, താങ്ക് യു, സീ യു, ബൈ.